വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഉണ്ടാക്കണം നോക്കാം. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പത്തിരിപ്പൊടി ഉണ്ടാവില്ലേ, അതെടുത്താൽ മതി, അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 1 കപ്പ് തന്നെ നാളികേരം എടുക്കാം കേട്ടോ. നീര് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാണ്. കണ്ട, നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ബോളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം ആ മിക്സിയുടെ ജാറിലാണ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ട, ഇങ്ങനെ വേണം കേട്ടോ. കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിത്. നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ട, മാവ് നല്ല ലൂസ് വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഇടയിടയ്ക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇങ്ങനെ ചെറിയൊരു കുഴി പോലത്തെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പാൻ എടുക്കുക കേട്ടോ. നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കാൻ പോലത്തെ എടുക്കാത്ത ഇങ്ങനത്തെ ടൈപ്പിൽ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു കയ്യിൽ മാവ് എടുക്കുക. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ. ഇനി ഒഴിച്ചെടുത്ത ശേഷം ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അത് ഞാൻ കുറച്ച് ക്യാപ്പ് വന്നിട്ടുണ്ട്, ഞാൻ ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ശബ്ദം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, ക്ഷമിക്കണേ. എൻ്റെ ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. കണ്ട, ഇതിന് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ഭയങ്കര നൈസല്ലേ. നമുക്ക് മടക്കിയിട്ട് ഇതെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ദോശമാവില്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ട, നല്ല നൈസുള്ളതാണ്. കണ്ട, നമ്മൾ എല്ലാ ദോശ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. സെർവ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കണ്ട, നമ്മൾ എല്ലാം കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട്. എന്നാൽ മീഡിയം ഫ്ലെയിമിലൊന്നും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. കണ്ട, നമ്മൾ നേരെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ആയാലും കുഴപ്പമില്ല. നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ, കുറേ പനിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം.
അത് നമുക്ക് കടല എടുക്കാം. ഇങ്ങനെ ഒരു പ്രാവശ്യം കടലക്കറി ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിനെ തോൽപ്പിക്കാൻ പോലത്തെ കടലക്കറി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കുറേ പണി തന്നെ ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പും പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ കടലക്കറി കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട 2 ഏലക്കായ 2 ഗ്രാമ്പ് മാത്രം കൂടി പോകണ്ട കേട്ടോ. പിന്നെ 1 കപ്പ് കുറച്ചുകൂടി ഉണ്ടാവും കേട്ടോ കടല എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചേരുവകൾ മാത്രമല്ല കേട്ടോ ഇത്. 2 കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ 4 ഏലക്കായ എടുക്കുക, 4 ഗ്രാമ്പ് എടുക്കുക, ഒരു ബേ ലീഫ് എടുക്കുക. പിന്നെ അതേപോലത്തെ പച്ചമുളകെങ്കിലും ഇരട്ടി എടുത്താൽ മതിയിട്ട് അങ്ങനെ. പിന്നെ ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, ഒരു 8 ചെറിയ ഉള്ളി എടുക്കുക, പിന്നെ ഒരു തക്കാളിയിൽ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതെടുക്കുക. ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നാളികേരം കേട്ടോ, ഒരു പിടി നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. തക്കാളിയിൽ വെള്ളം ഉണ്ടാവും, ചേർക്കാൻ ആവശ്യം വരില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഇനി അപ്പോഴേക്ക് നമ്മൾ സവോള ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പകുതി തക്കാളിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 4 വെളുത്തുള്ളിയും ചതച്ചിട്ട് മാറ്റി വയ്ക്കുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കട്ട് കുറച്ചൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് എരിവ്. പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല പൗഡറൊന്ന് ചേർത്ത് കൊടുത്താൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ അതേപോലത്തെ മിക്സിയിൽ നമ്മൾ നാളികേരം തക്കാളിയും ചെറിയുള്ളി കൂടിയിട്ട് അരച്ച് കൊണ്ടുവന്നില്ലേ അതിലേക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചി കൂടി അതിലേക്ക് അരച്ച് കൊണ്ടുവരാം. പക്ഷെ ഞാൻ ഇവിടെ ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണം മാറുമ്പോഴേക്കും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്നില്ലേ ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മിസ്സാക്കണ്ട കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ കടലക്കറി പോലത്തെ ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിന് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് കടല നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി
ഉപ്പിൻ്റെ തന്നെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. 2 മിനിറ്റ് ഒന്ന് കുക്കായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. നമ്മൾ കടല വേവാനനുസരിച്ചിട്ട് ഒന്ന് വിസിലടുപ്പിച്ചാൽ മതി. ഇതൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് കറി റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഉപ്പെല്ലാം പാകമായിട്ടുണ്ട്. അതിന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ മതി. പിന്നെ വിസിലിന് ശേഷം ഓഫ് ചെയ്ത് എയറൊക്കെ പോയ ശേഷമാണ് ഞാൻ തുറന്ന് കണ്ട അടിപൊളി കറിയല്ലേ. കാണുമ്പോൾ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഓഫാക്കുന്നുണ്ട്. കണ്ട കടൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ എടുക്കാം, പൊറോട്ടൻ്റെ കൂടെയും എടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.